അപ്പോൾ ഇതാ നമ്മൾ നേരെ പോകുന്നു പാലക്കാട്ടേക്ക്. നമ്മളിങ്ങനെ ആഘോഷ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നു. പാലക്കാട് ഇതാ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒറ്റപ്പാലം അല്ലേ? സിനിമാക്കാരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷനാണല്ലോ ഒറ്റപ്പാലം. പക്ഷേ ഇപ്പോൾ ഫുട്ബോൾ ഫാൻസിന്റെ ആഘോഷവും വെല്ലുവിളികളും കാർ റാലികളും ഒക്കെയായി ഒറ്റപ്പാലം ഫുൾ വൈബിലാണ്. ബൈക്ക് കാർ റാലിയുമായി ബ്രസീൽ ഫാൻസ് നഗര കവാടത്തിൽ 1300 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ കൂറ്റൻ ഫ്ലെക്സ് ഉയർത്തി. ബ്രസീൽ അങ്ങാടി എന്ന് കവലയ്ക്കൊരു പേര് വങ്ങിട്ട് കൊടുത്തു. അപ്പോൾ നേരെ പോകുന്നു നമ്മൾ ഒറ്റപ്പാലത്തെ ബ്രസീൽ അങ്ങാടിയിലേക്ക്. ഫുട്ബോളിന്റെ ചരിത്ര ലിപികളിൽ ഒട്ടനവധി പ്രഗത്ഭരായ താരങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ബ്രസീലിന്റെ മണ്ണിൽ നിന്നു ലോകോത്തര ചാവർ പടകളെ ചുട്ടു ചാമ്പലാക്കാൻ കളിക്കളത്തിലേക്ക് കാറുകൾ നെയ്മർ മയം, ബൈക്കുകളിൽ മഞ്ഞ പതാക, നെഞ്ചിൽ ലോകകപ്പ് ഉയർത്തുന്ന നെയ്മർ. ഈസ്റ്റ് ഒറ്റപ്പാലത്തേക്ക് കാൽ വയ്ക്കുന്നവർക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന വമ്പൻ ഫ്ലെക്സ്. ബ്രസീൽ ആദ്യ കളിക്കിറങ്ങും മുമ്പേ 6ാം ലോകകപ്പ് നേടിക്കഴിഞ്ഞു. നെയ്മറിന്റെ കളിമിടുക്കിൽ വമ്പൻ പോരാട്ടത്തിൽ കുറഞ്ഞതൊന്നും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മലപ്പുറമല്ല, ഇപ്രാവശ്യം അത് പാലക്കാടാണ്. ഏത് ടീമിന്റെയും വലിയ ആഘോഷങ്ങളാണ്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന ഒറ്റപ്പാലത്താണ്. ബ്രസീലിന് ഏറ്റവും വലിയ ഫ്ലെക്സ് ഉയർത്തി ആരാധകരെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇപ്രാവശ്യത്തെ ബ്രസീലിന്റെ പ്രതീക്ഷകൾ? കപ്പെടുക്കും, കപ്പ് തൂക്കും, 6ാമതായി കപ്പ് ഞങ്ങൾ ബ്രസീൽ തൂക്കും, ഒരു സംശയമില്ല ഇതില്. പക്ഷെ ഞാൻ പലപ്പോഴും കേട്ട അർജന്റീന വിളിയാണ്, കാരണം അവർ ഇപ്രാവശ്യം കപ്പ് നിലനിർത്തുന്നത്. അല്ല, അത് വെറും തോന്നലാണ്. അവർ തോന്നലോ, ആർക്ക് എന്തുകൊണ്ടെന്ന് തോന്നാലോ. അപ്പോൾ 5 നില ഞങ്ങൾ 6 പ്രാവശ്യം, അതിലൊരു സംശയമില്ല. വെട്ടിച്ചെത്തുന്ന ഒരു പാസ്, നെയ്മറിന്റെ സിസർ കട്ടിൽ വലയിളക്കുക. ഫൈനലിലെ വിജയ വിസിൽ ഇപ്പോഴേ ഒറ്റപ്പാലത്തെ ബ്രസീൽ ആരാധകർ സ്വപ്നം കണ്ടു കഴിഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.